ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 29-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചാർട്ട് ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ചാർട്ടാണ്. ഇന്ന് ഞാനെടുത്ത ഒരു സ്കാൽപ്പിങ്ങിൻ്റെ സെറ്റപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഫുൾ ചാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫുൾ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ മാർക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്തതും നാളത്തെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാം. അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സ്വിങ്ങിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കറക്റ്റായിട്ട് ഇവിടെ 20-ൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ എൻട്രി സെറ്റപ്പ് അനുസരിച്ച് ഇവിടെ കറക്റ്റ് 20-ൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ 131-ൻ്റെ ക്യാൻഡിലിൽ നമുക്ക് ശരിക്കും എൻട്രി ട്രിഗർ ആവുകയാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു എൻട്രി എനിക്ക് കിട്ടിയില്ല. അതൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ആഫ്റ്റർനൂൺ ഒരു 1 o'clock ആയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തോന്നിയത് കൊണ്ട് ഞാൻ അടുത്ത ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നപ്പോൾ ഞാൻ മാർക്കറ്റിൽ കയറുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഞാൻ ചെറിയൊരു പുൾ ബാക്ക് വന്ന് ഈ 138-ൻ്റെ ക്യാൻഡിലാണ് ഞാൻ എൻ്റെ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തത്. അതല്ലെങ്കിൽ ശരിക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് 20-ൽ സപ്പോർട്ട് എടുക്കുമ്പം ഈ 144 കഴിഞ്ഞ് 145-ൽ എൻട്രി എടുത്താലും മതി. അപ്പോൾ ഇപ്പം ഞാൻ എടുത്ത എൻ്റെ എൻട്രി ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ എൻട്രി എടുത്തത്. ഈ 138-ലാണ് എൻ്റെ എൻട്രി വന്നത്. ഇവിടെ ഞാൻ 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഞാനിവിടെ എക്സിറ്റായി. ഈ എക്സിറ്റായി കഴിഞ്ഞിട്ടും ഇപ്പം ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ ആഫ്റ്റർനൂണിൽ ഇപ്പോൾ 3 മിനിറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വന്ന ഒരു ചെറിയൊരു റേഞ്ചാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഈ ഒരു 2 o'clock നമുക്ക് വീണ്ടും എൻട്രി ക്യാൻഡിൽ ട്രിഗർ ആവുന്നുണ്ട്. അപ്പം നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ഇവിടെ അടുത്ത ഒരു എൻട്രി ഇവിടെ ട്രിഗർ ആവുന്നുണ്ട്. അപ്പം ഇതും നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റിയ ഒരു സ്കാൽപ്പിംഗ് എൻട്രി ആയിരുന്നു. അതും നല്ലൊരു പ്രോഫിറ്റ് പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇട്ടതായിരുന്നു. പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് അത് ഓൺ ആക്കാൻ വിട്ടുപോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എൻ്റെ P&L ഞാൻ ഇന്ന് എടുത്ത ട്രേഡിൻ്റെ P&L നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് എൻ്റെ P&L ഡേറ്റ. ഞാൻ എൻട്രി എടുത്തത് 138-ലാണ്. 56,000 സ്ട്രൈക്ക് പ്രൈസിലാണ് ഞാൻ എടുത്തത്. ഞാൻ 1 ലോട്ടാണ് എടുത്തത്. 1 ലോട്ട് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35 ക്വാണ്ടിറ്റിയാണ്. അപ്പം അതിൻ്റെ പ്രൈസ് എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് 358-ലാണ്. ഞാൻ എക്സിറ്റ് ആയതെന്ന് പറയുന്നത് 388-ലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 30 points ആണ് ഞാൻ ഇന്ന് ക്യാച്ച് ചെയ്തത്. അപ്പോൾ എൻ്റെ ടോട്ടൽ P&L വരുന്നത് 1048 ആണ്. അപ്പം ഞാൻ എക്സിറ്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത് 149 ആണ്. അപ്പം എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ ലോട്ടാണ് ചെയ്തത്. ഒറ്റ ലോട്ടിൽ എനിക്ക് 1048 ആണ് എൻ്റെ പ്രോഫിറ്റ് വന്നത്. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് P&L ഡയറക്റ്റ് നിങ്ങളെ കാണിച്ചത്. താങ്ക് യു.